ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിജനമായ ഒരു സ്ഥലത്തെത്തിയതും കാർ പഞ്ചറാവുന്നു. ആ സ്ഥലത്ത് റേഞ്ച് കിട്ടാത്തത് കൊണ്ട് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർ തന്നെ ടയർ ചേഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇവനൊഴികെ ബാക്കിയുള്ളവർ കാറിന്റെ മറുവശത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവൻ ചേഞ്ച് ചെയ്യാനായി ടയർ പൊക്കി മാറ്റിയതും അതിൽ നിന്നൊരു ബുള്ളറ്റ് തറയിൽ വീഴുന്നു. അതേസമയം തന്നെ ഇവരെ കാണിക്കുന്നു. എന്തോ തറയിൽ വീഴുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാറിന്റെ ടയർ ഉരുണ്ടുപോകുന്നത് കാണുന്നു. ഇവൻ അത് പിടിക്കാനായി പുറകെ ഓടുന്നു. അതേസമയം ഇവൻ എന്ത് ചെയ്യുകയാണെന്ന് നോക്കാൻ വന്ന ഇവൾ ഷോക്കാവുന്നു. നോക്കുമ്പോൾ അവനെ ആരോ തലയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നു. ഇവൻ ടയറും കൊണ്ട് ഇവിടേക്ക് തിരിച്ചു വരുന്നു. ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഷോക്കാവുന്നു. കാരണം അവളെയും ആരോ ഷൂട്ട് ചെയ്തിരിക്കുന്നു. ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയം വീണ്ടും അവളെ ഷൂട്ട് ചെയ്യുന്നു. ഇവർ പേടിച്ച് കാറിന് പുറകിൽ ഒളിക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ മണിക്കൂറുകളോളം അവിടെ ഇരിക്കുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഷൂട്ട് ചെയ്യുകയാണ്. ആരാണ് ഷൂട്ട് ചെയ്യുന്നതെന്നോ എവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നതെന്നോ അവർക്ക് മനസ്സിലാവുന്നില്ല. അവസാനം അവർ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് എവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. അയാൾ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ചു ദൂരെയായി ഒരു മരത്തിലാണുള്ളത്. അതേസമയം അതുവഴി വന്ന മറ്റൊരു കാറിലുള്ളവരെയും അയാൾ ഷൂട്ട് ചെയ്യുന്നു. അതിലുണ്ടായിരുന്ന അയാൾ 911ലേക്ക് കോൾ ചെയ്യുന്നു. അപ്പോഴേക്കും കൊലയാളി ഫ്യൂൽ ടാങ്കിൽ ഷൂട്ട് ചെയ്ത് കാർ ബ്ലാസ്റ്റ് ചെയ്യുന്നു. രാത്രി അവിടേക്ക് പോലീസ് വരുന്നു. പക്ഷെ അയാൾ അവരെയും കൊല്ലുന്നു. അവസാനം ഇവൾ ആ പോലീസ് വണ്ടി എടുത്ത് ആ മരത്തിൽ കൊണ്ടിരിക്കുന്നു. താഴെ വീണ അയാളുടെ തോക്കെടുത്ത് അവൾ അയാളെ ഷൂട്ട് ചെയ്യുന്നു. വീണ്ടും ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബുള്ളറ്റ് ലോഡാവാതെ സ്റ്റക്ക് ആവുന്നു. അവൾ അയാളെ തോക്കുപയോഗിച്ച് അടിച്ചു കൊല്ലുന്നു. അതേസമയം തോക്കിന്റെ സ്റ്റക്ക് മാറി അത് തനിയെ ഷൂട്ടായി അവളും മരിക്കുന്നു.